ഞാൻ ഇനോഗ്രേഷൻ ഇനിയും ചെയ്യും, ഞാൻ ഇനിയും ഡ്രസ്സുകൾ ഇതുപോലെ ഇടും, അത് എനിക്ക് സന്തോഷം തരുന്നു. ആ ഒരു മൈൻഡിൽ ജീവിച്ചാൽ. പക്ഷേ അച്ഛനെ പറ്റി പറയും, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എൻ്റെ അമ്മയെ പറ്റി പറയും. എനിക്കിതൊരു പരിധി കൂടുതൽ കുറെ മണ്ടന്മാരാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ വൺ ടൈം ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കമൻസ് ആണെങ്കിൽ ഞാൻ മറ്റൊരു ആർട്ടിസ്റ്റ് നോക്കിയപ്പോൾ ഫുള്ളി കവേർഡ് ഡ്രസ്സിൽ അവർക്ക് വേറെ കമൻസ്. നിങ്ങൾ രണ്ടുപേർക്കും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോൾസും അതുപോലത്തെ ബാഡ് കമൻസും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ അതിനൊക്കെ എങ്ങനെയാണ് മറികടന്ന് നിൽക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാനിനി എത്രയൊക്കെ ഇപ്പോൾ ഈ ട്രോള് വന്നാലും ഇല്ലെങ്കിലും ആ ലെവലൊന്നും ആയിട്ടില്ല, ഇപ്പോഴൊന്നും ആവത്തുമില്ല. കമൻസ് ഒക്കെ ഞാൻ അങ്ങനെ ഒരു 10-15 വായിക്കും. ഈ മോശം പെർഫോമൻസ് ഉണ്ടായിട്ടും ആൾക്കാർക്ക് അപ്പോഴും എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ കളിയാക്കാനേ തോന്നിയുള്ളൂ. വിജയ് ഫാനാണോ? ഓ ആർക്കും വിജയനെ ഇഷ്ടമില്ലാത്ത വിജയ് സിനിമ വിടുകയാണ്. ഹി ഹാസ് വെരി ക്ലിയർ പ്ലാൻസ് ഫോർ തമിഴ്നാട്. ഞാൻ കോഴിക്കോട് വെച്ചിട്ടാണ് രജനി സാറിനെ കണ്ടത്. അപ്പോൾ എന്നാ പറയാ, അതൊരു നിൽക്കുമ്പോൾ തന്നെ ഒരു മാസ് ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തോക്ക് കൂടെ വെച്ചപ്പോൾ കറക്റ്റ് ലുക്കായി. അപ്പോൾ നമ്മുടെ ഡയറക്ടർ സാർ അത് പെർഫെക്റ്റ് അപ്പം അഭിനയിച്ചോളാൻ പറഞ്ഞു. അത്രയും ഇതായിരുന്നു. കുറച്ച് മാറിപ്പോൾ ചിരിച്ചിട്ട് വന്നോളൂ. മലയാള സിനിമയിലേക്ക് വീണ്ടും ഒരു ഇടിപ്പടം വരുന്നു. സുജിത് എസ് നായർ സംവിധാനം ചെയ്യുന്ന അംഗം അട്ടഹാസം. ഈ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെയുള്ളത് അന്നരാജൻ, മാധവ് സുരേഷ്. രണ്ടുപേർക്കും സ്വാഗതം. മാധവൻ്റെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞ് തുടങ്ങാം. ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ സാഹചര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ഗുണ്ടാ ലോകമായിട്ട് ഈ ചെക്കന് ഇടപെടേണ്ടി വരുന്നത്. ഐ തിങ്ക് അതിലൂടെയാണ് കഥ തുടക്കത്തോട്ട് അവസാനം വരെ പോകുന്നത്. ദ ജേർണി ഓഫ് ദിസ് പെർട്ടിക്കുലർ ബോയ് അജയ് ചന്ദ്രൻ എന്ന ഈ പയ്യൻ്റെ ജേർണിയാണ്. പയ്യൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെ അല്ല കഥ പോകുന്നത്. പയ്യൻ്റെ ലൈഫിൽ നടക്കുന്ന സന്ദർഭങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് പേഴ്സ്പെക്റ്റീവ് കൊടുക്കാനുള്ള ഒരു സ്റ്റൈലിലാണ് ഈ സിനിമ സുജിത്തേട്ടൻ മേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ഒരു ആക്ഷൻ ത്രില്ലർ ആയതുകൊണ്ട് അത് കൂടുതൽ എന്ത് ഞാൻ ഇവിടെ പറഞ്ഞാലും ഒരു പരിധി വരെ ആ സിനിമയുടെ സ്റ്റോറിയിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്ലോട്ടിലോട്ടോ അല്ലാതെ എനിക്ക് ഒരു ഐഡിയ കൊടുക്കാതെ പറയാൻ പറ്റത്തില്ല ഇവിടെ. ബട്ട് ഇറ്റ്സ് എൻ ആക്ഷൻ ത്രില്ലർ. വേറെ കുറേ ഇമോഷൻസ് ടച്ച് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. ആൻഡ് പ്രേക്ഷകൻ കണ്ട് വിലയിരുത്തേണ്ട ഒരു സിനിമയാണ്. അന്ന ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രമാണെന്ന് തോന്നുന്നു പോസ്റ്ററൊക്കെ കണ്ടിട്ട്. അതെ അതെ അതെ, ഞാൻ ആ പേര് പറയുന്നതാണ് ചിരിക്കും. ഇതിലൊരു ഒരു ഗുണ്ടയാണ്. നമ്മൾ വേർഡ് ഇങ്ങോട്ട് നോർമലൈസ് ചെയ്യണം. ഗുണ്ട, അനാഥൻ, ഇതൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു നോർമൽ ഇമോഷൻ വെച്ച് ആർക്കും പറയാൻ പറ്റത്തില്ല ഈ വാക്ക്. അപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഹാപ്പി, കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇത് ചെയ്തിട്ടില്ല. എല്ലായിടത്തും ഒരു കുടുംബസ്ത്രീ ഒതുങ്ങിയിരിക്കുന്ന ക്യാരക്ടർ. പക്ഷേ ഇതിൽ ഞാൻ വെള്ളം അടിക്കും, ഞാൻ സിഗരറ്റ് വലിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് വലിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഒരു ദിവസം കൊണ്ടെടുത്ത് വലിച്ചു പഠിച്ചു അഭിനയിച്ചു. ഒരൊറ്റ ഷോട്ട് ഉണ്ട് എൻ്റെ. ആ ഷോട്ടിൽ ഒരുമിച്ച് പുകയും വലിക്കും, വെള്ളം അടിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ പുക എടുത്തിട്ട് തിരിച്ചു പോടില്ല. കാരണം തിരിച്ച് ഇവിടെ മുക്കിക്കൂടെ അല്ല, വായക്കൂടെ വെച്ച് നമ്മൾ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പം ഞാൻ വായക്കൂടെ തന്നെ ഇങ്ങനെ എടുത്ത് കളയാം. അത് എന്തായാലും പുറത്തു പോകണില്ല. അപ്പോഴാണ് സൈത്തേട്ടൻ പറഞ്ഞ് അടിക്ക് വെള്ളം അടിക്കണ പോലെ കാണിക്കാൻ പറ്റും. പക്ഷെ മീൻ ഡ്രിങ്ക്സ്. അപ്പോൾ ആ ഡ്രിങ്ക്സും കുടിച്ച് ഇറക്കിയതും മുക്കിയതും ചെവിയിലൊക്കെ ഫുൾ പുകമയമായിരുന്നു ആ ഷോട്ട്. ഫസ്റ്റ് ഒരു എൻ്റെ എൻട്രി ഷോട്ടാണ്. ബട്ട് എനിക്കത് ഇഷ്ടമായി. കുറച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച എനിക്ക് തൊണ്ടയിൽ എന്തോ ഒരു ഭാരം, നെഞ്ചത്ത് എന്തോ ഒരു കല്ല് കയറ്റിയതുപോലെ, ഇങ്ങനെ ഒരു കിളി പോയ പോലെയായിരുന്നു സംഭവം. ഐ ആം എഗൈൻസ്റ്റ് ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ. ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് ആക്ഷൻ സിനിമകൾ വന്നിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്നുണ്ട്. അതിൽ തന്നെ എനിക്ക് ഈ പോസ്റ്റർ കണ്ടപ്പോൾ കുറച്ച് വയലൻസ് ഉള്ള സിനിമയാണെന്നാണ് തോന്നിയത്. അപ്പോൾ ഇതുവരെ ഇറങ്ങിയ ഇത്തരം സിനിമകളിൽ നിന്ന് എത്രമാത്രം ഡിഫറൻ്റ് ആണ് ഈ സിനിമ? രണ്ടുപേർക്കും പറയാം. ഇല്ല, പിന്നെ ആക്ച്വലി മാധവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇങ്ങനത്തെ ഒരു മൂവി ഫസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. കാരണം ഈ ഒരു മൂന്നാമത്തെ മൂവിയാണ്. അപ്പോൾ ഇത്രയും നാളും ചെയ്തിരുന്ന ആ ഫൈറ്റ് സീക്വൻസും ആ ആക്ഷനും ആ ഇമോഷൻസും അല്ല അവൻ ഈ പടത്തിൽ കാഴ്ചവെക്കുന്നത്. ഒരുപാട് ട്രോളിലൂടെ പോയത് കാരണം അവൻ ജീവിതം ഒരുപാട് പഠിച്ചിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി. കാരണം അവൻ്റെ കുറച്ച് സീനുകളൊക്കെ ഞാൻ സുജിത്തേട്ടനെ വിളിച്ച് കണ്ടായിരുന്നു. സോ ഇമോഷൻസ് ആയാലും ഫൈറ്റ് സീൻ ആയാലും അതിൻ്റെ ടൈമിംഗ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും അവൻ ഈ പ്രാവശ്യം ഭയങ്കര ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
സോ എനിക്ക് തോന്നുന്നു മാധവൻ്റെ ഇത്രയും ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അവൻ്റെ പേര് കൂട്ടി പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും അങ്കമട്ടഹാസം. ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അതിൽ പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നൊരു കാര്യം, മാധവനെ കഴിഞ്ഞ സിനിമകളിൽ നിന്നൊക്കെ ഇത്രയും സ്റ്റൈലിഷായിട്ട് ഇത്രയും ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രെയിലർ ഇല്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത് മാധവൻ്റെ ഏറ്റവും ഹൈപ്പ് ഉള്ള സിനിമ ഇതായിരിക്കും എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഗോകുലം സാറിൻ്റെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കാം. മാധവൻ എന്താണ് ഇത് തോന്നുന്നത്? അതെ, ഇപ്പോൾ ഈ സിനിമയുടെ ഇന്റേണൽ കോർ ടീമിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം ദ സ്ട്രഗിൾസ് ദാറ്റ് വി ഫേസ്ഡ്. നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പെട്ട ബുദ്ധിമുട്ടിന് ശേഷം ഇത് ഷെൽഫ്ഡായി പോവുമോ, ഇത് ഇറക്കാൻ പറ്റുമോ എന്ന് വരെ എത്തിയൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കാനാണെങ്കിലും ഈ സിനിമ റിലീസാകുമോ എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഡ്രീം ബിഗ് ഫിലിംസ് സുഹൃത്താട്ടൻ, ഗോകുലം ഫിലിംസ് എന്ന് പറയുമ്പോൾ ഗോപാലൻ സാറും കൃഷ്ണമൂർത്തിച്ചാനും രണ്ടുപേരുണ്ട്. എനിക്ക് ഈ 3 വ്യക്തികളാണ് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ച ഈ സിനിമ ഇന്ന് പുറത്തോട്ട് വരാൻ കാരണം. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഫ്രം ദം. ആൻഡ് എൻ്റെ ഇതിന് മുന്നത്തെ 2 സിനിമകൾക്ക് ഞാൻ മറ്റേ ഏതെങ്കിലും തിയേറ്ററിലോ അല്ലെങ്കിൽ വേറെ ഒരു TV ഷോയിലോ വല്ലതും ചെയ്ത് ഇവൻ നല്ലൊരു പെർഫോമർ ആണല്ലോ, ഇവൻ സിനിമ വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് വന്ന ആളല്ല ഞാൻ. എൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന ഹൈപ്പായാലും എക്സ്പെക്റ്റേഷൻ ആണെങ്കിലും എല്ലാം എൻ്റെ അച്ഛൻ്റെ പേര് കാരണം വന്ന ആ ഒരു ഹൈപ്പ് എക്സ്പെക്റ്റേഷനുമാണ്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഐ ഡിസേർവ് ഓർ ക്രിയേറ്റഡ് എനി ഓഫ് ദിസ് ഓൺ മൈ ഓൺ. JSK എന്നുള്ള സിനിമ ഇറങ്ങുന്നു, അതിലും എൻ്റെ ക്യാരക്ടർ ആ സിനിമയിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ മാത്രമാണ്. ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് എ റോൾ ഇൻ ദാറ്റ് ഫിലിം. സ്ക്രീൻ ടൈം ഇല്ലായിരുന്നു ഒരുപാട്. എനിക്കതൊരു നല്ല പെർഫോമൻസോ മോശം പെർഫോമൻസോ ആയിട്ട് പ്രൂവ് ചെയ്യാൻ. കുമ്മാട്ടിക്കളി എന്ന സിനിമ എൻ്റെ 2ാമത്തെ സിനിമയാണ്. ദാറ്റ് വാസ് ആക്ച്വലി മൈ ഫസ്റ്റ് റിലീസ്. എൻ്റെ ആദ്യത്തെ ഇറങ്ങുന്ന സിനിമയാണ് കുമ്മാട്ടിക്കളി. റെസ്റ്റ് ഇൻ പീസ് ടു ഇറ്റ്സ് പ്രൊഡ്യൂസർ RB ചൗധരി സർ ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി പാസ്ഡ് അവേ. ആൻഡ് ഇപ്പോൾ കുമ്മാട്ടിക്കളി അതുപോലത്തെ ഒരു സിനിമ ചെയ്തത് ഇറങ്ങി. വളരെ ഓണസ്റ്റായിട്ട് പറയാനാണെങ്കിൽ ഇറ്റ് വാസ് എ പൂർ ഫിലിം ആൻഡ് മൈ പെർഫോമൻസ് വാസ് ടെറബിൾ. ഞാൻ തന്നെ അത് ഓപ്പൺലി അക്നോളജ്. ഞാൻ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരിടത്ത് പോയിട്ട് എൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു പക്ഷെ എന്നെ കുറ്റം പറഞ്ഞാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. എൻ്റെ പെർഫോമൻസ് മോശം തന്നെ ആയിരുന്നു. ഈ ഒരു സിനിമയിലോട്ട് എത്തുമ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് ഒരു ലീഡ് ആക്ടർ എന്നുള്ളൊരു ഫോക്കസ് എനിക്ക് ഒരു ഡയറക്ടർ ഫുള്ളായിട്ട് തന്നിട്ടുള്ളത്. ഈവൻ ഇൻ കുമ്മാട്ടിക്കളി വാസ് 4 ബോയ്സ്, അതായിരുന്നു അതിൻ്റെ കഥ. അപ്പോൾ എന്നെ അത്രയും ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ ഒരു എഫേർട്ട് ഡയറക്ടർ ഇട്ടതിലായിരിക്കും യുവർ ഫസ്റ്റ് ഒപ്പീനിയൻ ഒരു ഗ്ലാമറസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ തന്നെയാണ് ഈ കഴിഞ്ഞ 2 സിനിമയിലും വന്നത്. അതിലെന്തെങ്കിലും ഡിഫറെൻറ്റ് ഈ 3ാമത്തെ സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല, അത് ഈ സിനിമയുടെ ടീമും ഡയറക്ടറും എന്നെ ഉദ്ദേശിച്ച് ഏത് ക്യാൻവസിലാണ് എന്നെ ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് പ്രേക്ഷകരോട്, ആ ഒരു ഉദ്ദേശം അവർ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയതായിട്ട് എനിക്ക് കാണാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് കവേഴ്സ് 2 ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ആൻസേഴ്സ് അത് തന്നെയായല്ലോ. ബട്ട് എനിക്ക് അങ്ങനെ ഈ കഴിഞ്ഞ 2 സിനിമയിൽ നിന്ന് 3ാമത്തെ സിനിമയിൽ വരുന്നൊരു വ്യത്യാസം ഇതല്ലാതെ പറയാനാണെങ്കിൽ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ മുന്നത്തെ വർക്ക് ചെയ്ത 2 സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് ഞാൻ ഒരു ന്യൂ കമർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് എന്തൊക്കെ ഗുഡ് ഓർ ബാഡ് ലേണിങ്സ് ലെസൺസ് എനിത്തിങ് ഐവ് ഗോട്ട്, ഐ ഫീൽ ലൈക്ക് ഇതാണ് ആദ്യമായിട്ട് എനിക്കതൊരു ആക്ടർ എന്നുള്ള നിലയിൽ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് മറ്റേ എല്ലാ ദിവസവും സൈഡിലിരുന്ന് അച്ഛനും ചേട്ടനും ഇരുന്ന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, നിന്റെ സീൻ ഏതാണ്, നിന്റെ അടുത്ത ദിവസത്തെ ഷൂട്ട് എങ്ങനെയാണ് പോകുന്നത്, ദിസ് ഇസ് നോട്ട് വാട്ട് ഹാപ്പൻസ് അറ്റ് ഹോം. ഞാൻ തനിയാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ വഴി ഞാൻ കണ്ടുപിടിക്കുന്നത് തനിയെ തന്നെയാണ്. സോ ആ ജേർണിയുടെ ഒരു 3rd സ്റ്റെപ്പാണിത്. ഇറ്റ്സ് സ്റ്റിൽ വെരി ഏർലി. എൻ്റെ കരിയറിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ് മാത്രമാണിത്. എൻ്റെ പ്രതീക്ഷ അനുസരിച്ച് എനിക്ക് 100 or 200 സിനിമ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ ചെയ്യും. എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അത് തെളിയിക്കാനുള്ള എൻ്റെ ഒരു എഫേർട്ടാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് എൻ്റെ ഫസ്റ്റ് 2 സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസരം കിട്ടിയതാണ്. പക്ഷേ ഐ വാസ് ജസ്റ്റ് വെരി അപ്സെറ്റ് ദാറ്റ് എനിക്ക് കിട്ടിയ വിമർശനം എൻ്റെ ആക്ടിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിലൊരു സജഷൻ പോലെ തന്നതെന്ന് വളരെ കുറവായിരുന്നു. ആക്ടിങ്ങിനെ മാത്രം ക്രിട്ടിസൈസ് ചെയ്തൊരു സജഷൻ തരാതെ പോയതും വളരെ കുറവായിരുന്നു. ഈ മോശം പെർഫോമൻസ് ഉണ്ടായിട്ടും ആൾക്കാർക്ക് അപ്പോഴും എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ കളിയാക്കാനേ തോന്നിയുള്ളൂ. ഇൻസ്റ്റഡ് അവരെൻ്റെ അഭിനയത്തിനെ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ച് വീണ്ടും നന്നാവാൻ നോക്കത്തേ ഉള്ളൂ. പക്ഷേ കൂടുതലും വരുന്നത് നെഗറ്റീവ്, ഈ ഒരു സൈഡിലൂടെ സെൻസ് ഉണ്ടാക്കാത്തൊരു നെഗറ്റീവ് വരുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം ഒരു ലക്കിൻ്റെ മാജിക് അല്ലേ. നമ്മൾ എത്രയൊക്കെ നല്ല വർക്ക് ചെയ്താലും ഇറ്റ് ഹാസ് ടു വർക്ക് ഔട്ട്. അതിനൊരു ബ്ലെസ്സിങ് വേണം. ബ്ലെസ്സിങ് ഇതിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അന്നിലേക്കും അവിടെ നിന്ന് പറഞ്ഞു നിർത്തിയെന്ന് ഞാൻ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിറ്റിവിറ്റി അല്ലേ ലാസ്റ്റ്.
നമുക്ക് അത് ഞാൻ അന്നയിലേക്ക് വരികയാണെങ്കിൽ അന്നേനെ ഒരു മാസ് അവതാറിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് ഡയറക്ടറോട് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ സമയത്ത് അന്ന് എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം പ്രത്യേകിച്ച് മാസമൊന്നും കാണിച്ചില്ല. ആ ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു മാസം ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തോക്കൊക്കെ കൂടെ വെച്ചപ്പോൾ കറക്റ്റ് ലുക്കായി. അപ്പം നമ്മുടെ ഡയറക്ടർ സാർ അത് പെർഫെക്റ്റ് ഇപ്പം അഭിനയിച്ചോളാൻ പറഞ്ഞു. അത്രയും കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂല് കൂടെ ഇരിക്കുന്ന ആൾ എന്നെക്കാട്ടിലും വെട്ടി തുറന്ന കാര്യങ്ങൾ പറയുന്നത് അനുഭവിക്കുന്നത്. ഭയങ്കര ഓപ്പണായിട്ട് കാര്യമൊക്കെ പച്ചയ്ക്ക് പറയാന്ന്. അല്ല സത്യമാണ്, എല്ലാം കൊണ്ടും ഒക്കെ അല്ലെങ്കിൽ കുറച്ച് ഇതുപോലത്തെ ഒരു ലീനായി വെല്ലിട്ട് ഉള്ള ഒരു ഗുണ്ടനെ അറിയ ഗുണ്ടീനെ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിലെല്ലാം കൂടെ പക്കയായിരുന്നു. ഒരു സിഗരറ്റ് കൂടെ ഒക്കെ വലിച്ചപ്പോൾ സെറ്റ്. ഈ ആദ്യമായിട്ട് തോക്ക് കയ്യിലെടുത്തപ്പോൾ എന്തായിരുന്നു തോന്നി? ആദ്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. നേരത്തെ ഒക്കെ സെറ്റിലേഴ്സ് എടുത്ത് തോന്നിയിട്ടുണ്ട്. വെടിവെച്ചത് ആദ്യമായിട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ല, കറക്റ്റായിട്ട് പിടിച്ചൊക്കെയായിരുന്നു ചെയ്തത്. ഉണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. വെടിയൊക്കെ വെച്ച് നല്ല സെറ്റ് വെടിയൊക്കെ. ട്രെയിലറിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളുണ്ട്. മാധവ് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് പിന്നെ സീനിലൊക്കെ വരുമ്പോൾ കൈ ഒടിഞ്ഞു, കയ്യിൽ വൈകിയ, കാലൊടുങ്ങി, മതിലിന് മുകളിൽ ചാടി, മറ്റേ വട്ടി വന്നിട്ടിടുമ്പോൾ നടു ഒടിഞ്ഞു, ഇതൊക്കെ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് പാവം വന്ന് ഷൂട്ട് ചെയ്തിട്ട്. ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഷൂട്ട് തുടങ്ങിയതിന് തൊട്ട് മുന്നേ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ദെൻ ദ നെക്സ്റ്റ് വീക്ക് ഐ കെയിം ടു സ്റ്റാർട്ട് ദ ഷൂട്ടിന്റെ ഡ്യൂറേഷനിൽ 4 തവണ ഹോസ്പിറ്റലൈസ് ആയി. ഷൂട്ടിന്റെ ലാസ്റ്റ് ഡേ പാക്കപ്പ് വിളിക്കുന്നതിന് തൊട്ട് പിന്നെ ഒരു ഇഞ്ചറി കാരണം വീണ്ടും ഹോസ്പിറ്റലിൽ. ഇവന് ഭയങ്കര ലീനായിരുന്നു ആ സമയത്ത്. കാരണം ഒന്നുമില്ല, ഞാൻ അത് എൻ്റെ ബോഡി പെട്ടെന്ന് ഞാൻ ഫുഡ് കഴിക്കുന്ന എല്ലാം കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അല്ലാതെ തന്നെ. സോ പെട്ടെന്ന് വെയിറ്റ് ലോസ് വരും, പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവും. സോ അങ്ങനെ ആ ഒരു മെയിൻലി സ്ട്രെസ്സും ഞാൻ ബോഡി ഒരു പരിധിക്കുള്ളിൽ കെയർ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്, വെയിറ്റ് കുറയുന്നു കൂടുന്നു ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെ എനിക്ക് മാത്രം 2 കയറുണ്ടോ എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പറ്റില്ല, വോമിറ്റ്. ഫുഡ് കഴിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇങ്ങനെ ആക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഫിസിക്കൽ എക്സോഷൻ. എനിക്ക് അങ്ങനെ എനിക്ക് മാത്രമല്ല പലർക്കും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ സംതിങ് ഐ കാൺ ഡു. ഫുഡ് കഴിച്ച ഉടനെ പോയിട്ട് ഫിസിക്കൽ എക്സോഷൻ ചെയ്യാൻ. ഈ ആക്ഷൻ സീക്വൻസ് ഡ്യൂപ്പ് ഉണ്ടായിരുന്നോ? ഐ തിങ്ക് ഈ ഫുൾ സിനിമയില് ദർസ് എ പോയിന്റ് വെയർ ഐ ഗോട്ട് ഇൻജേർഡ് ഓർ സംതിങ്. ആ ഒരു സമയത്ത് മാത്രം സീൻ റീസ്ട്രക്ചർ ചെയ്താൽ അത് ഒരു ഈ സിനിമ കാണുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് അറിയത്തില്ല. ഒരു സോങ് സീക്വൻസ്, ഒരു മോണ്ടാഷ് കട്ട് സീക്വൻസ് ഉണ്ട് ആക്ഷൻ്റെ തന്നെ. അതില് ഒരാള് ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങി ചാടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ദാറ്റ്സ് സപ്പോസ് ടു ബി മീ. പക്ഷെ ഞാൻ അവിടെ സെറ്റിലൊന്നും ഇല്ലായിരുന്നു, എനിക്ക് വയ്യാതായ ഒരു ദിവസമായിരുന്നു അത്. അതുകൊണ്ട് ആ ഒരു ഷോട്ട് മാത്രം ഡ്യൂപ്പാണ് ചെയ്തത്. അല്ലാതെ ബാക്കിയുള്ള എൻ്റെ സിനിമാ കരിയറിലെ എല്ലാ ഫൈറ്റ്സും എക്സെപ്റ്റ് ഇൻ JSK മറ്റേ ഒരു ഗ്ലാസ് പൊട്ടിച്ച് മാത്രം എന്നെ ഡയറക്ടർ ചെയ്യാൻ സമ്മതിച്ചില്ല ഫോർ സേഫ്റ്റി. കാര്യം എനിക്ക് അതിലൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഷൂട്ട് ചെയ്യാൻ ഞാൻ തന്നെ അവർക്കൊരു പ്രൊഡക്ഷൻ ലോസ് ആണ്. സോ ഈ 2 അല്ലാതെ എൻ്റെ കരിയറിൽ ഞാൻ ഡ്യൂപ്പ് വെച്ച് വർക്ക് ചെയ്തില്ല. ബിക്കോസ് എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു, 26 വയസ്സായി, ഫിസിക്കലി ഏബിൾ. എന്നെ പേയ്മെൻറ്റ് കൊടുത്തൊരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഇങ്ങനൊരു സാധനം ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൺലെസ് ഓക്കെ ഐ കൻ, നേരത്തെ JSKയിലെ സീൻ പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണെങ്കിൽ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. അല്ലാതെ ഒന്ന് ചാടാനും ഇടിക്കാനും എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ല ഞാൻ വീട്ടിൽ വെറുതെ പണിയെടുക്കാതിരിക്കുന്നത്. സോ ഐ റാദർ ഡു ദിസ് ഇഫ് ഐ എം ഡൂയിങ് ദാറ്റ്. ഐ പ്രിഫർ ഡൂയിങ് ഇൻ ദിസ് വേ ആസ് വെൽ. ഈ അന്ന എങ്ങനെയാണ് പൊതുവെ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ? അല്ല, ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ? അല്ല, ഈ സിനിമ അതിൽ ഞാനുള്ള ആരെനിക്ക് എന്നാലും ഒരു എനിക്ക് ഫാമിലി മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഈ രാവിലെ ഫസ്റ്റ് സീൻ തന്നെ മറ്റേ സുപ്രഭാതത്തിലെ സോങ്, മുറ്റടിക്കുന്ന വീട്ടിലെ ആള്, പിന്നെ ചായ കുടിക്കുന്ന ഒരപ്പച്ചൻ, അങ്ങനെ ആ ഒരു 2 പിള്ളേർ. സമാധാനപ്രിയാണ് തോക്കെടുത്തത്. എനിക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം, ആശ്വാസം, സന്തോഷമൊക്കെ. അങ്ങനത്തെ ഒക്കെ സിനിമ ഇരുന്ന് ഞാൻ കാണും. പിന്നെ പക്ഷെ ഏറ്റവും പാട് ആക്ഷൻ മൂവി ചെയ്യാനാണ് ഏറ്റവും പാട്. ഈ ഫൈറ്റിങ്ങിൻ്റെ ടൈമിങ്ങും സീനും ഒരാളിടിക്കുമ്പോൾ മറ്റാൾ ആ സമയത്ത് മാറിയില്ലെങ്കിൽ ഏറ്റവും പാട് ചെയ്യാനായിട്ട് ഫൈറ്റ് സീനാണ്. ഞാൻ പിന്നെ കുറച്ച് സമാധാന പ്രേമി ആയതുകൊണ്ടും ഇഷ്ടപ്പെടുന്നു. പിന്നെ ഈ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ട ഒരു ആക്ഷൻ സിനിമ ഏതായിരിക്കും? ആക്ഷൻ സിനിമയോ? പൊതുവെ കാണാറില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്രയും ഇതില്ല, ആക്ഷൻ സിനിമകളോട് വലിയ താല്പര്യമൊന്നുമില്ല. റിപ്പീറ്റ് അടിച്ച് കണ്ട പടം എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ കേബിള് കട്ടാക്കി കളയും. കാരണം
ഇതാണ് പഠിക്കണം എന്നുള്ള ഒരു വേറ്റിൽ അന്ന് കണ്ടത് CD ഉണ്ടായിരുന്നു നമ്മുടെ മറ്റേ VCR എനിക്കറിയുന്നില്ല നമുക്ക് CD എന്ന് പറഞ്ഞ സാധനം നമ്മൾ VCR ഇങ്ങനെ ഇടുമ്പോൾ അപ്പോൾ അതിൽ മാനർമ്മത്തായി സ്പീക്കിംഗ് മൂവിയുണ്ട്. കയറി ഇപ്പോഴത്തെ കണ്ട് ഇതിരുന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഇരുന്ന് ഇങ്ങനെ അത് പ്ലേ ചെയ്ത് കണ്ട് കാരണം അപ്പം എനിക്ക് അത്രയും ഇൻട്രസ്റ്റാണ്. പിന്നെ നമ്മുടെ ഗോഡ് ഫാദർ മൂവി മുകേഷ് ചേട്ടൻ്റെ ഒക്കെ ഇപ്പോഴും ഞാൻ ആ 90s അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ഞാൻ 90s എന്ന് പറഞ്ഞു. അതെ അതെ, ആ സമയത്താണ് ഇറങ്ങി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് CD ഒക്കെ ഇറങ്ങിയപ്പോ അത് കഴിഞ്ഞിട്ടാണ് CD ഒക്കെ CD ഇട്ടേണ്ട കാര്യം പറഞ്ഞു. അതന്നെ അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ CD-യുടെ കാര്യമൊക്കെ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം CD. ഞാനൊക്കെ കമ്പ്യൂട്ടറിലൂടെ ഫസ്റ്റ് മറ്റേ വന്ന് ഏതാ നമ്മള് ടെക്നോളജിക്കൽ ഷിഫ്റ്റ് എൻ്റർ ചെയ്ത ഫേസ് കഴിഞ്ഞ ഉടനെ എത്തിയ ആളാണ് ഞാൻ. ശരി, മില്ലിനിയേഴ്സും ജനറേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആണോ? മാധവ് എങ്ങനെയാണ് പൊതുവെ ഇതേപോലെ സമാധാന പ്രിയനാണോ? സിനിമകൾ കാണുന്ന ഏത് സമാധാനം ഇഷ്ടമല്ലാത്ത ഒരു ജോണർ കൂടുതലായിട്ട് കാണുന്ന കോമഡി എനി ഡേ. ബിക്കോസ് നമ്മൾ എത്രയൊക്കെ ഇപ്പോൾ വെറുതെ ഒരു സിനിമ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞ് പോയി നമുക്കൊരു 10 ഓപ്ഷൻ ഉണ്ടെങ്കിൽ പലരും ചൂസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഹാർട്ടഡ് കോമഡി ഫിലിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിരിക്കും. എത്രയൊക്കെ ഈ ഒരു ആക്ഷൻ സിനിമയാണ്, ഒരു ആക്ഷൻ ത്രില്ലറാണ്, A റേറ്റഡ് ഫിലിമാണ്. ഇതെന്റെ ഇന്റർവ്യൂവിൽ നിന്ന് പറയാം, ഇത് ഒരു കോമഡി സിനിമയുടെ കൂടെയാണ് ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ പോയിട്ട് ഒരു ഐഡിയ ഇല്ലാതെ ഇന്ന് 10 സിനിമയുണ്ട്, എനിക്കിതിൽ ഏത് കാണണം, എന്റെ സിനിമ ആയിരിക്കില്ല ചൂസ് ചെയ്യുന്നത്, ഈ സിനിമ ആയിരിക്കില്ല, ഗോ ഫോർ ദ കോമഡി ഫിലിം 90%. അപ്പോൾ അതേപോലെ എന്നും കോമഡി ഫിലിംസ് എൻജോയ് ചെയ്യുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. മൈ ഫേവറേറ്റ് മൂവി ആസ് എ മൂവി, ഒരു സിനിമ മാത്രം ഞാൻ കണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള CID മൂവീസ് ഇന്നും. ഐ തിങ്ക് ഇന്നും എനിക്കത് പറയാൻ പറ്റും. ജസ്റ്റ് ഫോർ ദ മൂവി ഇറ്റ്സ്, വേറെ ഒരു പേഴ്സണൽ റീസണോ ഒന്നും ഇല്ലാതെ എനിക്ക് CID മൂവീസ് ആണ്. ആൻഡ് എൻ്റെ അടുത്ത് ഈ കാലത്തിൽ അതേ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏത് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ പ്രിഫർ വർക്കിംഗ് ഇൻ ആക്ഷൻ ഫിലിംസ്. എനിക്ക് കൂടുതൽ സൂട്ടബിൾ ആയതായിരിക്കും എന്ന് അറിയത്തില്ല, ബട്ട് ഐ എൻജോയ് വർക്കിംഗ് മോർ ഇൻ ആക്ഷൻ ഫിലിംസ്. പക്ഷെ അതേ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാണുന്നത് കോമഡി ആണല്ലോ. കോമഡി സിനിമയിലേക്ക് ഒരു അവസരം വരികയാണെങ്കിലോ? എനിക്കറിയത്തില്ല, ഇപ്പോൾ ലെറ്റ്സ് സേ ആക്ഷൻ സിനിമ ചെയ്യുമ്പോഴത്തേക്കും കൂടുതലും എൻ്റെ ബോഡിയുടെ നേച്ചറാണ് ഒരു ആക്ഷൻ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന് മാച്ച് ആവേണ്ടത്. ഒരു പേഴ്സൺ ഹൂസ് ആപ്റ്റ് ഇനഫ് ടു ഡു ദിസ്. എൻ്റെ ഫേസിനേക്കാളും ബോഡിയാണ് വരുന്നത്. അത് ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ഇപ്പോഴും ഈ ഒരു ഏർലി സ്റ്റേജിൽ എൻ്റെ കരിയറിൽ എനിക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഒരു കോമഡി സിനിമ ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു ഇമോഷണൽ റോൾ ചെയ്യുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഈസിയർ ടു മേക്ക് സമ്മൺ ക്രൈ ദാൻ ടു മേക്ക് ദം ലാഫ്. അപ്പൊ ഈ കോമഡി വെറുതെ ചെയ്തിട്ട് പോയാൽ പോരെ, അത് വർക്കാവും. കാക്കാനുള്ള കഴിവ് ഒരു നടൻ എന്നുള്ള നിലയിൽ ഇന്ന് എനിക്കുണ്ടോ എന്ന് എനിക്ക് 100 തരം വെച്ച് ഉറപ്പിട്ട് പറയാൻ പറ്റത്തില്ല. ഐ വോണ്ട് ലേൺ. എനിക്ക് കിട്ടുന്ന അവസരം വെച്ച് ഇപ്പോൾ ഒരു എങ്ങനെ ഒരു സാഡ് റോളോ അതിൽ തന്നെ ഒരു സട്ടിൽ ഹ്യൂമർ ഉള്ള ഒരു ഭാഗത്തിൽ എനിക്ക് എൻ്റെ കോമഡി ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രെയിൻ ചെയ്തും പിന്നെ ഞാൻ കണ്ടു വളർന്ന സീനിയേഴ്സിനെ കണ്ടു പഠിക്കുക. അല്ലാതെ എന്തെങ്കിലും അഡ്വൈസ് കിട്ടാറുണ്ടെങ്കിൽ ആ ഒരു കോമഡി സിനിമ ചെയ്യാനുള്ള ഡയറക്ടർ വരുമ്പോൾ ആ ഡയറക്ടറിൻ്റെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ തമ്മിലൊരു സിങ്ക് ഉണ്ടോ എന്ന് നോക്കുക, അദ്ദേഹത്തിൻ്റെ വിഷൻ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ തമ്മിലൊരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തൊരു നല്ല കോമഡി സിനിമ വന്നാൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. എനിക്കത് ചെയ്യണം. But maybe not today because I don't think I'm fully ready. I have to get better as an actor. അന്ന ഇപ്പോൾ ഒരുപാട് ഇതേപോലെ ഫീൽ ഗുഡ് കോമഡി സിനിമകൾ കാണാറുണ്ട് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു നടിയുടെ പെർഫോമൻസ് കണ്ട് ഈശ്വര ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് തോന്നിയ? ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. അന്നും ഇന്നും ഞാൻ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് എനിക്ക് വിശ്വസിക്കാൻ. എല്ലാവരും തന്നെ ഉർവശി ചേച്ചിയുടെ അന്നത്തെ, അതായത് 90s തൊട്ടുള്ള ഈ കാലഘട്ടത്തിലുള്ള ഓരോ പെർഫോമൻസ്, ഓരോ സിനിമയിലും ഓരോ ഡിഫറെൻറ്റ് റോളാണ് ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനും ആ എക്സ്പ്രഷൻ പെട്ടെന്ന് സഡൻ ആ ഒരു ചേഞ്ച്, ആ ഒരു ചിരിക്കുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്നു, ചിരിക്കുന്ന എവറിത്തിങ് നമുക്കൊരു രീതിയിൽ പോലും എവിടെയും ഒരു ഫോൾട്ടില്ല. ഏതെങ്കിലും ഒരു സ്പോട്ട് ലൈക്ക് ശരിയായില്ലെന്ന് പറയാനായിട്ടൊരു സാധനം പോലും ഇല്ല. അപ്പം അത്രയും വലിയൊരു സൂപ്പർ നമുക്ക് നമ്മുടെ മലയാളത്തിലുള്ള വിശേഷമാണ്. പിന്നെ വിയോള ഡേവിസ് എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട്, അതെനിക്കറിയാവുന്ന അതും ഭയങ്കര എനിക്ക് ഫാനാണ്. മാധവ് എങ്ങനെയാണ് വീട്ടിൽ സിനിമേനെ പറ്റി സംസാരിക്കുന്ന കൂട്ടത്തിലാണോ? സിനിമ കണ്ടതിനെ പറ്റി സംസാരിക്കും. സിനിമ ഒരു കരിയർ എന്നുള്ള ലെവലിൽ അങ്ങനെ ഒരു സംസാരം ആവാറില്ല.
കൂടിപ്പോയ 10 സെക്കൻഡ്സിന്റെ ഒരു മെൻഷൻ, അത്രേ ഉള്ളൂ. വീട്ടിലൊരു സംസാരം വരുന്നതിന് ഒരു 10 സെക്കൻഡിന്റെ കോൺവെർസേഷൻ ആയിരിക്കും. ഇറ്റ്സ് നെവർ എ ഡിസ്കഷൻ. കഴിയുമ്പോൾ അച്ഛനും അങ്ങനെ സംസാരിക്കാറില്ലേ സിനിമയെ പറ്റി? ഇല്ല, അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് കോൺവെർസേഷൻ അബൌട്ട് സിനിമ ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് ഇപ്പൊ കരിയർ ഓറിയന്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ അച്ഛൻ ഡസ് ദിസ് തിങ്. ഇപ്പൊ ഞാൻ നേരത്തെ എൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഹെൽപ്പ് ചോദിച്ചു പോകാൻ എൻ്റെ ഒരു ആക്ടർ എന്നുള്ള നിലയിലുള്ള ഗ്രോത്തിന് എന്തെങ്കിലും പറഞ്ഞു തരാൻ ഞാൻ ചോദിച്ചു പോയാൽ അച്ഛൻ പറഞ്ഞു തരും. അല്ലാതെ ഇങ്ങോട്ടൊന്നും പറഞ്ഞു തരത്തില്ല. അതല്ലാതെ എനിക്ക് വേണ്ടി ഒരു ഫോൺ കോൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ അച്ഛൻ ചെയ്യത്തില്ല. എത്രയൊക്കെ ഇതാണെങ്കിലും അച്ഛൻ ചെയ്യത്തില്ല. ദാറ്റ്സ് ഹിസ് വേ ഓഫ് റേസിങ് അസ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും നമുക്ക് തനിയെ ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള മേ ബി ദാറ്റ്സ് വേ ഫോർ ദാറ്റ്. ബട്ട് whatever it is, it's a good way for me. മാധവ് അച്ഛനെ കണ്ടുകൊണ്ടാണ് വളർന്നത്. വീട്ടിലൊരു സിനിമാക്കാരൻ എന്നുള്ള അച്ഛനാണ്. അച്ഛൻ പണ്ട് മാധവൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു കൃത്യസമയത്ത് ഈ ഇപ്പോൾ ഓണം വിഷു പോലെ സമയങ്ങളിലൊക്കെ അങ്ങനത്തെ അവസരങ്ങൾ കുടുംബത്തോടൊപ്പം ഇരിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വീട്ടിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഫോർ ഇൻസ്റ്റൻസ് പൊള്ളാച്ചിയിൽ ഞാൻ പൊള്ളാച്ചിയിൽ ഒരു ഷൂട്ടുള്ള ഒരു സമയത്ത് എനിക്ക് എടുത്ത് പറയാൻ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അച്ഛന് ഒരു ദിവസത്തെ ബ്രേക്ക് ഓഫ് ദ ഷൂട്ടിന് കിട്ടി. 1 or 2 days ഓഫ് ബ്രേക്ക് കിട്ടി. ആൻഡ് ഹി ഹാസ് ടു ഡ്രൈവ് അബൌട്ട് അറ്റ്ലീസ്റ്റ് 4 to 8 hours കണ്ട് ട്രിവാൻഡ്രത്തോട്ട് എത്താൻ. പൊള്ളാച്ചിന്ന് ആ സമയത്ത് വി ടോക്കിംഗ് അബൌട്ട് mid 2000s, 2005-2010 ആ കാലഘട്ടത്തിൽ. അച്ഛൻ ഇതേപോലെ ഒരു ദിവസം ബ്രേക്ക് കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിലെ പിള്ളേരുടെ കൂടെ ഇരിക്കാൻ വേണ്ടി അച്ഛൻ അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഇതെനിക്ക് എടുത്തു പറയാൻ വിത്ത് ഫാക്ട്സ് വിത്ത് ലൊക്കേഷൻ എനിക്കൊരു ഇതുണ്ട്. അങ്ങനെ പല പല സെറ്റ്സിന്നും പല പല ദിവസങ്ങളും ഇത്ര 8 മണിക്കൂറൊക്കെ വണ്ടിയിലിരുന്ന് വന്ന് 8 മണിക്കൂർ പോലും ആയിരിക്കും വീട്ടിൽ കിട്ടുന്നത് നമ്മളായിട്ട് ഇരിക്കാൻ. അത്രയും മണിക്കൂർ വീട്ടിലിരുന്നിട്ട് അടുത്ത രാത്രി വീണ്ടും വണ്ടി കയറി ഷൂട്ടിന് പോവുക, ഫിനിഷ് ചെയ്യുക. സോ വളർന്നു വരുന്ന സമയത്തൊക്കെ വി റയലി ഗോഡ് അച്ഛൻ. ഒരു വർഷത്തിലെല്ലാം കൂടി ഒരു 10 or 20 നല്ലൊരു ഇതാണെങ്കിൽ ഒരു 60 ദിവസം, 2 മാസത്തിന്റെ ടോട്ടൽ ഡേയ്സ് ഒരു വർഷം അച്ഛനെ കാണാൻ കിട്ടി. അതൊക്കെ ബെറ്റർ ഇയേഴ്സ് ആയിരുന്നു. മലയാള സിനിമയിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആക്ടറിനെ പറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഡയലോഗ് ഡെലിവറിയുടെ ഒരു ആളാണെന്നാണ്. അച്ഛൻ്റെ സിനിമകളുടെ ഡയലോഗ് ഡെലിവറി എങ്ങനെ നന്നാക്കാമെന്ന് ശ്രമിച്ചിട്ടുണ്ടോ? ഞാനിനി എത്രയൊക്കെ ഇപ്പോൾ ഈ ട്രോള് വന്നാലും ഇല്ലെങ്കിലും ആ ലെവലൊന്നും ആയിട്ടില്ല. അതെ, ഇപ്പോഴൊന്നും ആവത്തുമില്ല. ബട്ട് there's definitely a lot to learn from him. അദ്ദേഹം പല സിനിമകളിലും ചില വാക്കുകൾ എടുത്തു പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. അതെ, അത് മാത്രമല്ല ഞാനിപ്പോ 3 big stars for me. ഇപ്പൊ അച്ഛൻ്റെ പറയാനാണെങ്കിൽ വോയിസ് ഡെലിവറിയിൽ ഇമ്പാക്റ്റിലാണ് അച്ഛൻ്റെ കീ പോയിന്റ് ഇരിക്കുന്നത്. അതെ അതെ. മമ്മൂട്ടി സാർ ഒരു ഇമോഷണൽ സീക്വൻസ് വെറുതെ നമ്മൾ കണ്ണടച്ചിരുന്ന് സാർ അത് ഡബ് മാത്രം കേട്ട് നോക്കിയാൽ മതി. സാർ പറയുന്ന വാക്കുകൾ മാത്രം കേട്ടാൽ മതി. യുൽ ഗെറ്റ് ഇമോഷണൽ. അതൊക്കെ കൊള്ളും. ഒരു ഇമോഷണൽ സീക്വൻസ് ഡബ് ചെയ്യേണ്ട എങ്ങനെയെന്ന് ചോദിച്ചാൽ 100% മമ്മൂട്ടി എനി ഡേ. അതേ സമയത്ത് കുറച്ച് പ്ലേഫുൾ ആയിട്ട് കുറച്ച് ചൈൽഡിഷ് ആയിട്ട് സാധനമാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു പ്രായത്തിലും മോഹൻലാൽ സർ. സോ ഈവൻ ദ സൂപ്പർ സ്റ്റാർസ് ഹാവ് ദ സെല്ലിംഗ് പോയിന്റ്സ്. ആസ് ഇൻ ലൈക്ക് അവരുടെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് നമുക്ക് പിൻ പോയിന്റ് ചെയ്യുന്നൊരു ഭാഗമാണ്. ഓരോരുത്തരെയും എനിക്ക് പഠിക്കാൻ അച്ഛൻ്റെന്ന് മാത്രമല്ല, എനിക്ക് ഇത്ര എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ട് പോയ ഓരോ സീനിയേഴ്സിൻ്റെന്നും ഇപ്പോഴും ഇരുന്ന് അവരുടെ സ്വന്തം വർക്ക് ചെയ്ത് ഈ ലെജൻസ് തന്നെ മമ്മൂട്ടി സർ, ലാൽ സർ, അച്ഛൻ they keep improving their work. അതെ, ആ ഒരു ഇംപ്രൂവ്മെന്റ് കണ്ട് ഇൻസ്പിറേഷൻ എടുത്ത് ഓരോ ദിവസവും എൻ്റെ കരിയറിലും എൻ്റെ വർക്കിലും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. അത് അച്ഛനെ നോക്കി മാത്രമല്ല, ഐ ഹാവ് ഈവൻ മോർ ആൻഡ് റിയലി ഗുഡ് എക്സാമ്പിൾസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ബട്ട് ഇറ്റ്സ് ഓൾസോ അപ് ടു മീ. ഞാനത് എങ്ങനെ എടുക്കുന്നു, ഞാൻ അതിനു വേണ്ടി എത്രത്തോളം വർക്ക് ചെയ്യാൻ പോവുക, അതൊക്കെ എൻ്റെ കയ്യിലിരിപ്പോയിരിക്കും. കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം ആരാധിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന സൂപ്പർ സ്റ്റാറാണ് രജനി സാർ. രജനി സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ കോഴിക്കോട് വെച്ചിട്ടാണ് രജനി സാറിനെ കണ്ടത്. അപ്പോൾ എന്താ പറയാ, അതൊരു എൻ്റെ കൂടെയുള്ളവർക്ക് അറിയാം, ഞാൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുമായിരുന്നു. കാരണം നമ്മൾ ചെറുപ്പം മുതലേ സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ ടി വിയിൽ മാത്രം കാണുന്ന ഒരു വ്യക്തിനെ നേരിട്ട് കാണുന്ന ആ ദിവസം എന്ന് പറഞ്ഞാണെങ്കിൽ എനിക്കറിയില്ല, ഞാൻ നിന്നത് തന്നെ വിറച്ചിട്ടൊക്കെ നിന്നേ. പക്ഷേ നമുക്ക് തോളിലൊക്കെ കൈയിട്ട് കോളാക്കി വർദ്ധനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനത് എൻ്റെ ലൈഫിൽ, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആക്ട്രസ് ആണെന്നുള്ളൊരു അഭിമാനം എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ആ ഒരു റോള് കാരണമാണ് എനിക്ക് സാറിനെ കാണാൻ പറ്റിയത്. ഈ ഒരു ഫീൽഡിലുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നേരിട്ട് സാറിനെ കണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് ഞാൻ ഏറ്റവും വലിയതായിട്ട് നന്ദി പറയുന്നു. അത് ഏറ്റവും വലിയ ഒരുപാട് ജനങ്ങളുടെ സ്വപ്നമായിരിക്കും സാറിന് നേരിട്ട് കാണാനും ഒരു ഫോട്ടോ എടുക്കാനും.
അതിനൊരു ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് ഈശ്വരനോട് നന്ദിയുണ്ട്, എല്ലാവരും നന്ദി. എങ്ങനെ സ്വയം പരിചയപ്പെടുത്തുന്ന സാർ? ഞാൻ എന്തെന്ന് പറഞ്ഞാൽ സ്വയം പരിചയപ്പെടുത്തിയത്? ഞാനെല്ലാം പരിചയപ്പെടുത്തിയ, വേറെ ഒരാളെ പരിചയപ്പെടുത്തി. ഞാൻ ഇങ്ങനെ തൊഴുന്നേ ഉള്ളൂ. ഇന്ന സിനിമയിൽ അഭിനയിച്ച നടിയാണെന്ന് പറഞ്ഞിട്ടാണ്? അത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. സാറിന് എല്ലാവരും ഈക്വല്ല. സാർ എല്ലാവരോടും നമ്മൾ അത്രയും വലിയ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മിണ്ടത്തില്ല, ഇങ്ങനെ ഇരിക്കും, ആ ഒരു ഒന്നുമില്ല. ആ കാണുന്ന ആളും പിന്നെ ചായ വരുന്ന ആളായാലും ലൈറ്റ് ബോയ് ആയാലും എല്ലാവരോടും സാർ ഈക്വലാണ്, ഈക്വൽ റെസ്പെക്റ്റാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് തന്നെ നമ്മളത് ഇങ്ങനെ തൊഴുമ്പോൾ സാർ അതിനേക്കാളും നന്നായിട്ട് തൊഴിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അത്രയും ഡൗൺ ടു എർത്ത് ആണ് സാർ. വിജയ് ഫാനാണോ? ഓ, വിജയ് സിനിമ വിടുകയാണ്. സങ്കടമുണ്ട്, അല്ലാണ്ട് എന്താ. പക്ഷെ അതിനേക്കാളും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ സാർ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ സിനിമയെ കണ്ടിരുന്ന എല്ലാം ഇനി നമുക്ക് ലൈവായിട്ട് നമ്മുടെ ചെന്നൈയിൽ കാണാം, അല്ലെ തമിഴ്നാട്ടിൽ കാണാം. തമിഴ്നാട്ടിൽ കുറച്ചൊരു 5 സെന്റ് സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെതായ കുറെ പ്ലാൻസ് ഉണ്ട് ഫോർ തമിഴ്നാട്. ആൻഡ് ഇപ്പോൾ ഒരു ഫിലിം ഫ്രറ്റേണിറ്റിയുടെ ഭാഗമായി ചെന്ന ഒരു ആക്ടർ CM ആകുമ്പോഴത്തേക്കും ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ആരും പ്രതീക്ഷിക്കാത്തതെന്നല്ല, ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ് റിഗാർഡ്ലെസ് ഫോർ അസ് ആസ് പാർട്ട് ഓഫ് ദ കളക്റ്റീവ് ഫിലിം ഫ്രറ്റേണിറ്റി. പിന്നെ അതല്ലാതെ വെറുതെ പോയി CM ആയി ചേർന്ന് പോയി ഇരുന്നിട്ട് വരാൻ പോകുന്ന ആളല്ല. അതെ അതെ. He has very clear plans for Tamil Nadu. Whatever his political party's agenda is, who they're supporting, who they're not supporting, I don't care about that. His plan for Tamil Nadu is good. I hope it's foolproof. I hope he executes it. Karyan, yes. നമ്മൾ പ്രതീക്ഷിക്കുന്നത് he has a successful tenure as a chief minister. അതിന് പ്രാർത്ഥിക്കുന്നു. I want that for him. മാധവ് സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കുമായിരുന്നു? ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. 2014 2026 വേൾഡ് കപ്പ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? മാഞ്ചസ്റ്ററിന്റെ ഫാനാണല്ലേ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. യെസ് യെസ്. എനിക്കൊരു ടാറ്റു ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. ലിച്ചിന്ന് ഇപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞ് നോക്കുവോ? ഇപ്പോഴും എല്ലാവരും എന്നെ വിളിക്കുന്നത് ലിച്ചിന്ന് തന്നെയാണ്. വളരെ കുറച്ച് പേര് മാത്രമാണ് അന്നാരാജൻ എന്ന് വിളിക്കുന്നത്. തമിഴിലൊക്കെ അണ്ണാന്നാണ് വിളിക്കുന്നത്. അണ്ണാ അണ്ണാ അണ്ണാന്നാകുമ്പോ അണ്ണ, ഞാനും എല്ലാ അണ്ണന്മാരും തിരിഞ്ഞു നോക്കും. ക്യാരക്ടർ നെയിമാ വിളിക്കുക. സോ ഫണ്ണി. അതുകൊണ്ട് അപ്പോൾ രുചി എന്ന് വെച്ചാൽ നമ്മൾക്ക് എൻ്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന പേരാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ റെസ്പോണ്ട് ചെയ്യും. മാധവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം വലിയ 2 ലോസാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് RB ചൗധരി സാറും ഒന്ന് സന്തോഷ് ഏട്ടനും. അവരെങ്ങനെയാണ് ഓർക്കുന്നത്? സന്തോഷ് അങ്കിൾ വാസ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി. എനിക്ക് ബന്ധം ക്രിയേറ്റ് എങ്ങനെയാണ് എക്സാക്ട്ലി അറിയത്തില്ല. പക്ഷെ കുഞ്ഞിലോട്ട് കാണുന്നതാണ്. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന സന്തോഷ് അങ്കിളാണ്. എനിക്ക് അങ്ങനെ കണ്ടൊരു പരിചയം. മോർ ദൻ ഹിം ആസ് എൻ ആക്ടർ. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എടുത്തു പറയുന്നതിനെക്കാട്ടിലും ഫാമിലി ഇതാണ് എനിക്കുള്ള ഓർമ്മയിലുള്ള സന്തോഷ് അങ്കിൾ ഇങ്ങനെയാണ്. ആൻഡ് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ഞാനും ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നത്. എനിക്കുടനെ വായിക്കുന്നത് ഈ വാർത്തയായിരുന്നു. pretty upsetting. And രാവിലെ സന്തോഷ് ഏട്ടനും വൈകിട്ട് ചൗധരി സാറും. അത് ചൗധരി സാർ എൻ്റെ ഇപ്പം കുമ്മാട്ടിക്കളി എന്നൊരു സിനിമ എത്രത്തോളം ആ സിനിമ എൻ്റെ കരിയറിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു ആക്ടർ എന്നുള്ള കരിയറിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പൈസ ഇറക്കി എനിക്ക് വേണ്ടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തെന്ന ആളാണ്. ആൻഡ് ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ഹിം ആസ് എ പ്രൊഡ്യൂസർ ഹു മെയ്ഡ് എ ഫിലിം ഫോർ മീ. എത്രയൊക്കെയാലും എന്നെ വിശ്വസിച്ചൊരു സിനിമ ചെയ്ത അദ്ദേഹമല്ലേ, ആ ഒരു വില എനിക്ക് എന്നും ഉണ്ട്, ഇനി അങ്ങോട്ടും കാണും. ഇറ്റ്സ് എ ടെറിബിൾ ലോസ് ഫോർ സിനിമ. കാര്യം അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു വെൽത്ത് ഓഫ് നോളജ്, അതെല്ലാം ഈ ഇൻഡസ്ട്രിയിൽ നിന്നും കൂടെ പോകുകയാണെന്നുള്ളത് ആലോചിക്കുമ്പോൾ കളക്റ്റീവ്ലി ഇറ്റ്സ് എ വെരി ബിഗ് ലോസ്. ആൻഡ് ലോഡ് ഓഫ് സ്ട്രെങ്ത് ടു ജീവചേട്ടൻ ആൻഡ് ജതൻ ചേട്ടൻ, both of them. Just wishing strength to both families. എനിക്ക് ഡെത്ത് അങ്ങനെ ഒരുപാട് ഈസി ആയിട്ടുള്ള ടോപ്പിക്. എനിക്ക് ഡെത്തിനെ പറ്റി അങ്ങനെ സംസാരിക്കാനും ഐ ഫൈൻഡ് ഡെത്ത് ക്വൈറ്റ് ഓക്വേർഡ് ടു ഡീൽ വിത്ത്. ഞാൻ കുറച്ച് ഓക്വേർഡാണ് സിറ്റുവേഷൻ. അപ്പോൾ ഐ ജസ്റ്റ് വിഷ് സ്ട്രെങ്ത് ടു ദ ഫാമിലീസ്. നിങ്ങൾ രണ്ടുപേർക്കും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോൾസും അതുപോലത്തെ ബാഡ് കമൻസും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ അതിനൊക്കെ എങ്ങനെയാണ് മറികടന്ന് നിൽക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? രണ്ടുപേരും കൂടെ പറഞ്ഞു. കാരണം ഏത് ട്രോളാണ് വന്നത് ആ ട്രോളിനെ പാട്ടാക്കി
തിരിച്ചു ട്രോളിയ ആളാണ് മാധവ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ തിരിച്ച് ട്രോൾ ചെയ്തൊന്നും അല്ല. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വർ ഹാവിങ് ഫൺ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തു, റെക്കോർഡ് ചെയ്ത ആളത് ഇട്ടു, അത്രയും സിമ്പിൾ as that. ഇതൊരു ഉത്തരവോ ഒരു സ്റ്റേറ്റ്മെന്റോ ഒന്നും അല്ല. നമ്മൾ ഈ വേർഡ് പറയത്തില്ല, നത്തിങ്, അതത്ര ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് നത്തിങ്. ചുമ്മാ ഐ വാസ് ജസ്റ്റ് ഹാവിങ് ഫൺ. ട്രോൾസ് ഇതല്ലാതെ തന്നെ ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് വെറുതെ വന്നൊരാൾ ആ നല്ല സിനിമയായിരുന്നു പറയുന്നത് ആണ് ഒരാൾ കാര്യമായിട്ട് വന്ന് നിന്റെ പെർഫോമൻസ് മോശമായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും മോശം. A false compliment is more harmful than an honest criticism. അപ്പം ഞാനിന്ന് ഈ ക്രിറ്റിസിസം എക്സ്പെക്ട് ചെയ്തും ക്രിറ്റിസിസം അങ്ങോട്ട് പോയി ചോദിച്ച് അറിയുന്ന ഒരാളാണ് ഞാൻ. ഐ ലൈക്ക് ടു ഗെറ്റ് മോർ ഫീഡ്ബാക്ക് ഓൺ മൈ വർക്ക്. ഇപ്പം ഇങ്ങനത്തെ ഒരു എന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു മോശം സിനിമ കിട്ടി, അവർക്ക് എൻ്റെ അഭിനയത്തിനെയൊക്കെ കുറ്റം പറയാൻ കുമ്മാട്ടിക്കളി ഒരു ഫിലിം കിട്ടി, അതിലും ഒരു 20% ആൾക്കാർ മാത്രമാണ് എൻ്റെ അഭിനയത്തിനെ കുറ്റം പറയുന്നത്. ബാക്കിയുള്ള നെഗറ്റീവ് കമന്റ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ ആവും. അച്ഛനെ പറ്റി പറയുന്നു, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എൻ്റെ അമ്മയെ പറ്റി പറയുന്നു. സോ ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ഐ എം ഗ്ലാഡ് ദാറ്റ് എനിക്കിതൊരു പരിധി കൂടുതൽ കുറെ മണ്ടന്മാരാണ് ഇങ്ങനെ പറയുന്നത്. ഒരു 10% ആൾക്കാർ ഞാൻ പറയുന്നത് അവരെ അറ്റ്ലീസ്റ്റ് മണ്ടന്മാരെ കണ്ട് എനിക്ക് വിടാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ ഇത് ഒരു പരിധി കൂടുതൽ ഇത് സെൻസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, if a lot of the trolls made sense and if my family was the way some of these people present us to be, that might have hurt me. പക്ഷെ ഇതെനിക്ക് ഹേർട്ട് ആവാൻ അല്ലാതെ കാരണമൊന്നുമില്ല. എന്തിനാ ഇരുന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു ഡൗട്ട് അല്ലാതെ ഐ ഡോണ്ട് ടേക്ക് ദിസ് പേഴ്സണലി ബിയോണ്ട് എ പോയിന്റ്. പിന്നെ ഞാൻ റിയലൈസ് ചെയ്ത് ഇപ്പൊ വീട്ടുകാരെയൊക്കെ പറയുമ്പോഴത്തേക്കും ആ വീട്ടിലെ ഭാഗമായി എനിക്ക് ഹേർട്ട് ആവും. സ്വാഭാവികം. എന്നെ പറയുന്ന കേട്ട് ശീലമായി. സോ ഐ എം നോട്ട് റിയലി എഫക്റ്റഡ് അറ്റ് ഓൾ ബൈ ദാറ്റ്. അഭിനയിക്കുക, എൻ്റെ വർക്ക് ചെയ്യുക, എൻ്റെ കാര്യങ്ങൾ നോക്കി പോവുക. എനിക്ക് വരാനുള്ളതാണെങ്കിൽ എനിക്ക് വരും, വരാനുള്ളതല്ലെങ്കിൽ വരത്തില്ല. ഇത്രയൊക്കെ നോക്കിപ്പോ ഇതൊക്കെ ബാക്കി ഒരു പരിധിക്കുള്ള നോയ്സ് ഐറ്റം കണ്ട് സൈഡിൽ കൂടെ വിടുക. പിന്നെ ഒരു പണിയില്ലാതെ ബോറടിച്ചിരിക്കുന്ന ദിവസമായിരിക്കും ഇത് തന്നെ നോക്കി നമുക്ക് ചിരിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. മേ ബി ഇറ്റ്സ് അവർ ഓൺ തിങ്, നമ്മൾ അതുകൊണ്ടായിരിക്കും ചിരിക്കുന്നത്. സോ അന്നെങ്ങനെയാണ് അങ്ങനെ വിഷമിച്ചിരിക്കുമോ? അങ്ങനെ വിഷമിച്ച് മൈൻഡ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അത് എന്താണെന്ന് എനിക്കറിയില്ല. ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാറില്ല. ഇങ്ങനെ എളിച്ചുകൊണ്ടിരിക്കും. സ്കൂളോട്ടായാലും അങ്ങനെയാ. അപ്പൊ അതൊരു അല്ല, അതൊരു നല്ലൊരു കാര്യമാണ്. ഇപ്പൊ സ്കൂളിലെ അങ്ങനത്തെ ട്രോളുകൾ തരുന്ന ഒരു എനർജി ഇല്ലേ, ഒരു പോസിറ്റീവ് എനർജി. അല്ല, നമുക്ക് ഞാൻ പറയില്ല, കുറച്ച് ഇവരൊക്കെ നെഗറ്റീവ് പറഞ്ഞാലാണ് നമ്മളിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതും വർക്കുകൾ ആൾക്കാരെ ശ്രദ്ധിക്കുന്നതും. ഓക്കെ, എന്നെ കുറച്ച് പേര് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇവർക്ക് കുറച്ചവർക്ക് ഈഗോ ഉണ്ടല്ലോ എന്നാൽ ഓരോരോ സാധനം ഇതിലും വന്നിട്ട് വേണം അടുത്ത പരിപാടിക്ക് പിടിക്കാൻ എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് വരാറുള്ളത്. ഈവൻ കമൻസൊക്കെ ഞാൻ അങ്ങനെ ഒരു 10-15 വായിക്കും. പിന്നെ ഞാൻ വേറെ ആർട്ടിസ്റ്റും നോക്കും, അവിടെയും ഇതും നല്ല ഡ്രസ്സ് ഇട്ടാലും സെയിം കമൻസ് തന്നെയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് എന്ത് രീതിയിലാണ് ഇവർ കമൻസ് ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ വൺ ടൈം ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കമൻസ് ആണെങ്കിൽ ഞാൻ മറ്റൊരു ആർട്ടിസ്റ്റ് നോക്കിയപ്പോൾ ഫുള്ളി കവേർഡ് ഡ്രസ്സിൽ അവർക്ക് വേറെ കമൻസ്. സോ ബേസിക്കലി എല്ലാവർക്കും വേണ്ടതൊരു നെഗറ്റീവ് എങ്ങനെയാണെങ്കിലും ആക്കണം എന്നാണ്. പിന്നെ അത് അവരുടെ സന്തോഷമാണ്. സന്തോഷമുള്ളവർ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ലൈഫ് ആക്കൂടെ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. ഇന്ന് കണ്ടവരെ നാളെ കാണില്ല, നാളെ കണ്ടവരെ മറ്റന്നാളും കാണില്ല. നമ്മൾ എപ്പോഴാണ് ഈ സ്പോട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ ഉള്ള മിനിറ്റ് ഹാപ്പി ആക്കുക. അവർക്ക് ആ ഒരു കമൻറ്റ് കിട്ടുമ്പോൾ അവർക്ക് അത്രയും സന്തോഷം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. അത് വായിക്കുന്നവർക്കും സന്തോഷം ഉണ്ടെങ്കിൽ അവരും സന്തോഷിക്കട്ടെ. ഞാൻ ഇനോഗ്രേഷൻ ഇനിയും ചെയ്യും, ഞാൻ ഇനിയും ഡ്രസ്സുകൾ ഇതുപോലെ ഇടും, അത് എനിക്ക് സന്തോഷം തരുന്നു. ആ ഒരു മൈൻഡിൽ ജീവിച്ചാൽ. പക്ഷേ ലെറ്റ്സ് സീ, നിങ്ങളിടുന്ന ഓരോ കമൻറ്റിനും ഞങ്ങൾക്ക് കാശ് കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇടുന്ന ഓരോ കമൻസിനും നമുക്ക് മോണിറ്റൈസേഷൻ ഉണ്ട്, നമുക്ക് ഏൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ അവിടെ ഒന്ന് കമൻസ് ഇടാണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ വന്ന് കമൻസ് ഇടും. അതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ നല്ലത്. ഫുൾ പ്ലാനിങ് ആണ്, മാർക്കറ്റിംഗ്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് കമൻസ് ഇടുക. കാരണം ഓരോ ഇപ്പം നമ്മുടെ തന്നെ സ്നേഹ ശ്രീകുമാർ ഉണ്ട്, പുള്ളിക്കാരത്തി എന്തോ ഒരു ഇഷ്യൂ ഇലക്ഷൻ്റെ പേസിൽ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു, ചേച്ചി ഓക്കെ ആണോ? എടീ 14,000 രൂപയെ കിട്ടിയുള്ളൂ കമൻസ് മാത്രം, അതെങ്ങനെ ശരിയാവും? ഇത്രയും കമൻസ് വരുമ്പോൾ ഇത്രയും എമൗണ്ട് കിട്ടണമല്ലോ. ഞാനൊന്ന് ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. സി, ഇത്രയേ ഉള്ളൂ. ആക്ടേഴ്സൊക്കെ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇടുക, ഞങ്ങൾ ഏൺ ചെയ്യാം. ഇപ്പോൾ വിജയ് CM ആയതുകൊണ്ട് എനിക്ക് തമിഴ്നാട്ടിലൊരു സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് അത് ഒന്നാക്കി തന്നെന്ന് ആഗ്രഹം. ഓക്കെ, കുറച്ച് മാറിപ്പോൾ ചിരിച്ചിട്ട് വന്നോളൂ. നിങ്ങൾ രണ്ടുപേരുടെ പുതിയ സിനിമകൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു തേരി മീരി എന്ന് പറഞ്ഞ മലയാളത്തില് ഒരു മൂവി റിലീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതും ഷൈൻ ചേട്ടനും ശ്രീനാഥ് ബാസിയും ഞാനും ഉള്ളൊരു മൂവിയാണ് അടുത്ത റിലീസ് വെയിറ്റ് ചെയ്യുന്നത്.
ചെയ്തുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഇനി ഇതുപോലത്തെ ഒരു റോളുകളൊന്നും ചെയ്യാണ്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ പിടിക്കാം എന്ന് വിചാരിച്ച് നിൽക്കും. തമിഴും ഒരു അടുത്ത മൂവി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കന്നഡ മൂവിയും കൂടെ ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പാൻ ഇന്ത്യൻ ആവുകയാണ് അപ്പോൾ പതുക്കെ. പാൻ ഇന്ത്യൻ ആവുമെന്ന് അറിയില്ല. മാധവന്റെ പുതിയ സിനിമ ഏതാണ്? അങ്കമട്ടഹാസം. ഇത് കഴിഞ്ഞിട്ട് കഥകൾ കേൾക്കുന്നുണ്ടോ? കഥകൾ കേട്ട്, സോ എ ജേർണി ഓഫ് എൻ ആക്ടർ ഹു ഹാസൻ റിയലി മെയ്ഡ് എ മാർക്ക്. ഞാൻ കേട്ട് ഇഷ്ടപ്പെട്ട ഒരു 4 സ്ക്രിപ്റ്റ്സ് എങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അല്ല അതിന്, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ മാർക്കറ്റ് വാല്യൂ ആസ് എൻ ആക്ടർ. ഈ ഡയറക്ടേഴ്സ് എല്ലാം ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സാണ്. അപ്പോൾ അഗൈൻ ഈ പ്രൊഡ്യൂസറെ സപ്പോർട്ട് ചെയ്യുന്ന എന്നും ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. അത് എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഐ ഹാവൻ ഗോട്ട് അനദർ ഫിലിം വേർ എനിക്ക് അടുത്ത മാസം ഷൂട്ട് തുടങ്ങുമെന്ന് പറയാൻ എന്ന് പറ്റുന്ന പോലെ. ബട്ട് അതൊന്നും ഇല്ലാഞ്ഞിട്ടും എന്നെ ഒരു ടീം വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്തു. അത് ഇറക്കാനും വേറൊരു ടീം വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. അതുകൊണ്ട് ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നു. ആൻഡ് ഇഫ് ദേഴ്സ് എനിത്തിങ് എനിക്ക് കുറച്ചും കൂടെ കൺവിക്ഷനോടെ പറയാൻ പറ്റുന്നത്, 2 സിനിമയുണ്ട് എനിക്ക് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ അതെനിക്ക് ഇതിൻ്റെ റിലീസ് കഴിഞ്ഞ് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 പേർക്കും മലയാളത്തിലെന്നല്ല മറ്റു ഭാഷകളിലൊക്കെ നല്ല നല്ല അവസരങ്ങൾ വരട്ടെ. കഴിവുകൾ പ്രകടിപ്പിക്കാനും ആളുകളുടെ മുമ്പിൽ കഴിവ് തെളിയിക്കാനുള്ളൊരു അവസരം ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചേട്ടനും എല്ലാ രീതിയിലുള്ള വലിയ വലിയ ജേർണലിസ്റ്റ് ആവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. ഇതുവരെ എന്നോട് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ആരും വലിയ ജേർണലിസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു. ശരി, താങ്ക് യു.